എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവരും ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടിയിട്ടുണ്ടായിരിക്കും. എൻ്റെ ചാനലാണെങ്കിൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുന്ന ഒരു ചാനലും കൂടെയാണ്. അപ്പോൾ കൂടുതലും നമുക്ക് ലാലേട്ടനെയൊക്കെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും വർഷങ്ങളായിട്ട് ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ ലാസ്റ്റ് ദിവസം നമ്മൾ കാണുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം തന്നെയാണെങ്കിൽ പോലും അനുമോൾക്ക് കൊടുത്തത് പോരാതെ അനീഷിനൊരു 10 ലക്ഷം രൂപയും കൂടെ കൊടുത്തതായിട്ട് നമ്മൾ കണ്ടതാണ്. അതുപോലെ ചാരിറ്റി ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ ഈ വാർത്തയ്ക്കുള്ളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ആദായനികുതി വകുപ്പ് ഒരു പ്രതികാര ബുദ്ധി പോലെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവർ റെയ്ഡ് നടക്കുമ്പം പുള്ളി ഫയലെടുക്കാനാണെന്നൊക്കെയുള്ള രീതിക്കകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞ് വെടിവെച്ച് കഴിയുമ്പോൾ അതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ ശേഷവും ഇവർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ള രീതിയാണ്. അതുപോലെ തന്നെ എന്തോ ഒരു പ്രശ്നങ്ങൾ ഈ ഡിയും ഇവരുമൊക്കെ റോയി ഒക്കെ ആയിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയൊക്കെയാണ്. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ അറിയാൻ സാധിക്കും. എന്താണേലും ഈ ഒരു വാർത്ത 1-2 വട്ടം കേട്ട് കഴിഞ്ഞിട്ട് ഇത് സത്യമാണോ എന്നൊന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റിയത് 2-3 വട്ടം കേട്ട് കഴിഞ്ഞിട്ടാണ് ഇത് നടന്നോ എന്നുള്ള ഇതൊന്ന് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയത്. അതുപോലത്തെ ഒരു വാർത്തയായിപ്പോയി. ഇത്രയും വലിയൊരു പൊസിഷനിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം, മാനസികബലം എന്ന് പറയുന്ന ഏതൊരു അവസ്ഥയിലും തരണം ചെയ്യാനുള്ള ഒരു മാനസികബലം അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്കറിയാം പൈസ ഒത്തിരി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. മാനസിക ബലം എന്ന് പറയുന്നത് അതൊന്ന് വേറെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് സത്യത്തിൽ മനസ്സിലായി. ഇത്രയൊക്കെ ചെയ്യെങ്കിലും പുള്ളിക്ക് ഈ വാർത്ത പറയുന്ന പോലെ ഈ ഒരു റെയ്ഡ് മാറ്റി വെക്കാൻ പുള്ളി ശ്രമിച്ചിരുന്നു, നടക്കാതെ വന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഇനി കഥകളൊക്കെ പുറത്ത് വരും പതിയെ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എന്താണേലും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലാങ്ഫോർട്ട് ടൗണിൽ, ഹൊസൂർ റോഡിലുള്ള ലാങ്ഫോർട്ട് ടൗണിലെ ഓഫീസിനകത്താണ് അല്പം മുമ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് സ്വയം വെടിവെച്ച് മരിച്ചത്. ഇന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ IT ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് റെയ്ഡിനെത്തിയത്. ഈ റെയ്ഡിനിടെ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഓഫീസിലെത്തുകയും തുടർന്ന് അദ്ദേഹത്തെ 1 മണിക്കൂർ IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും ചെയ്തു. കുറച്ച് ഡോക്യുമെന്റുകളും അദ്ദേഹം കൈമാറി. കൂടുതൽ ഡോക്യുമെന്റുകൾ അവർ ആവശ്യപ്പെട്ടു. ഈ ഡോക്യുമെന്റുകൾ എടുത്തു നൽകാമെന്നേറ്റ് സ്വന്തം മുറിയിലേക്ക് പോയ അദ്ദേഹം അവിടെ വെച്ച് സ്വയം വെടിയുതിർത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നെഞ്ചിലാണ് വെടിയേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. HSR ലേഔട്ടിലെ നാരായണസ്വാമി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. എന്നാൽ അവിടെ എത്തിക്കും മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ പ്രദേശം മുഴുവൻ പോലീസ് ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട IT റെയ്ഡിനുള്ള കാരണങ്ങൾ നേരത്തെ പലതവണ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന് നേരത്തെ പലതവണ റെയ്ഡുകൾ IT ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്നും റെയ്ഡ് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹൈക്കോടതി ഹർജി സമർപ്പിച്ചിരുന്നതാണ്. ഈ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് ബംഗളൂരുവിലെത്തി IT റെയ്ഡ് നടത്താനുള്ള അധികാരമില്ല എന്ന് കാട്ടിയായിരുന്നു അദ്ദേഹം കോടതിയിലേക്ക് സമീപിച്ചത്. ഇതിനെ തുടർന്ന് കോടതി സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അടുത്തിടെ ഈ സ്റ്റേ നീക്കി. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും IT ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. അതോടുകൂടിയാണ് അദ്ദേഹം